സ്വപ്നക്കൂട്. രചനാ അവതരണം മിത്രവിന്ദ. എടാ, നീ ശവദാഹത്തിന് പോയതല്ലേ? പോയി കുളിച്ചിട്ടകത്തേക്ക് കയറ്. ഓ, ഉത്തരവ്. അവൻ വേഗം കുളത്തിലേക്ക് പോയി. ലക്ഷ്മിയെ പുറത്തേക്കൊന്നും കണ്ടതേയില്ലല്ലോ എന്ന് അവനോർത്തു. അവളപ്പോൾ കുളിക്കാൻ കയറുകയായിരുന്നു. വൈശാഖം കുളി കഴിഞ്ഞ് മുറിക്കകത്തേക്ക് വന്നപ്പോൾ ലക്ഷ്മിയുടെ പാട്ട് കേൾക്കാം. നന്നായിട്ടാണല്ലോ അവൾ പാടുന്നത്. അവൻ ബാത്റൂമിലെ വാതിൽക്ക് പോയി അവളുടെ പാട്ടും കേട്ട് നിൽക്കുകയാണ്. പെട്ടെന്നായിരുന്നു അവൾ വാതിൽ തുറന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതും അവൾ ഒന്ന് പകച്ചു. വൈശാഖൻ അവളെ നോക്കി. മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. വെള്ളത്തുള്ളികൾ അവളുടെ നാസികയിലും അതരത്തിലും ചുംബനം കൊടുക്കുകയാണെന്ന് അവന് തോന്നി. ഓ, ഈ വെള്ളത്തുള്ളി ആയാലും മതിയായിരുന്നു. അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്കിറങ്ങി. പെട്ടെന്നവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവൾ കൈ വിടുവിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല. വിട്, എൻ്റെ കൈ വേദനിക്കുന്നു. അവളത് പറയുമ്പോൾ അവൻ്റെ പിടുത്തം ഒന്നുകൂടി മുറുകി. എൻ്റെ കൈ വിടുന്നുണ്ടോ? ഞാൻ ഒച്ച വയ്ക്കും. നീ ഒച്ച വയ്ക്ക്. നിന്റെ ഭർത്താവ് കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞ് നീ ഒച്ച വയ്ക്കടി. കാണണോ എന്നു പറഞ്ഞുകൊണ്ടവൾ വിളിച്ചു കൂവാൻ തുടങ്ങിയതും അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഇപ്പോഴവൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ വലിച്ചു മുറുകി. എന്താടി നീ വിളിച്ചു കൂവാത്തത്? അവൻ ചോദിച്ചു. ആണിൻ്റെ കരുത്തെന്താണെന്ന് നിന്നെ മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. കാണണോടി നിനക്ക്? എങ്കിൽ ഇന്നേക്ക് 10-ാം മാസം നിന്റെ ഒക്കത്തൊരു കുഞ്ഞുവാവയിരിക്കും. അവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. അതുകൂടി കേട്ടതും സർവ്വശക്തിയും ഉപയോഗിച്ച് അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. പുറത്ത് ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. എഴുത്തിയേ, ഉണ്ണിമോൾ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് വൈശാഖിൻ്റെ പിടുത്തം വിട്ടു. എഴുത്തി, അമ്മ വിളിക്കുന്നു. ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞെങ്കിലും ലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവൾ വല്ലാണ്ട് ഭയപ്പെട്ടു പോയി. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് വൈശാഖിനും തോന്നി. അവൻ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കോരി ചൊരിയുന്ന മഴയാണ്. നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പിക്കൊണ്ട് ലക്ഷ്മി പുറത്തേക്ക് പോയി. എന്താ മോളെ മുഖം വല്ലാണ്ട്? കണ്ണു നിറഞ്ഞല്ലോ. എന്താ എന്താ പറ്റിയത്? അമ്മ ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് വൈശാഖൻ അവിടേക്ക് വന്നത്. ഞാനിപ്പോൾ കുളിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ അമ്മേ, അതുകൊണ്ടാ. സുമിത്ര ഉപ്പേരിക്കപ്പ വറുക്കുകയാണ്. ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് അവർക്കറിയാം. ചായയും കൂട്ടി എല്ലാവരും അത് കഴിച്ചു. നല്ല ഇടിയുണ്ട് കേട്ടോ. നിങ്ങൾ മുറിയിലേക്ക് പോയിക്കോ. സുമിത്ര പറഞ്ഞതും അവർ രണ്ടാളും കൂടി മുറിയിലേക്ക് പോയി. വൈശാഖം വെറുതെ കട്ടിലിൽ കിടക്കുകയാണ്. ലക്ഷ്മി മേശമേൽ തലവെച്ചുകൊണ്ട് കസേരയിലിരിക്കുകയുമാണ്. എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വൈശാഖനിൽ നിന്നും ഇങ്ങനെയൊരു മാറ്റം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തിനാണ് താനിങ്ങനെ കരയുന്നത്? തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആളല്ലേ? അവൾ സ്വയം ആശ്വസിച്ചു. ലക്ഷ്മിയോട് ക്ഷമ പറയണമെന്ന് അവനും ഉണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. തൻ്റെ ഭാര്യയല്ലേ അവൾ. അവളെ ഒന്ന് തൊട്ടെന്ന് കരുതി ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. വൈശാഖിൻ്റെ ഫോൺ നിർത്താതെ ഇരുമ്പുന്നുണ്ട്. അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലും. ലക്ഷ്മി അവനെ കുലുക്കി വിളിച്ചു. ഫോണെടുത്ത് വൈശാഖൻ കാതിലേക്ക് വെച്ചു. ഹലോ, വൈശാഖനല്ലേ? പ്രീതി ടെക്സിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കൾ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻ്റായി നിയമിച്ചിരിക്കുന്നു. മറുവശത്ത് നിന്ന് വാചകങ്ങൾ. അതവൻ്റെ കാതിനെ രോമാഞ്ചം കൊള്ളിച്ചു. അവൻ ഓടിച്ചെന്ന് ലക്ഷ്മിയെ വട്ടം പിടിച്ചു. അവളുടെ നെറുകയിൽ ആഴത്തിൽ ചുംബിച്ചു. അവൾക്ക് താൻ ശ്വാസം മുട്ടി മരിച്ചു പോകും തോന്നി. പക്ഷേ ഇക്കുറി അവൻ അവളെ വിട്ടില്ല. വൈശാഖേട്ട, എന്താ ഇത്? അവൾ കുതറി മാറാൻ ശ്രമിച്ചു. നീ പറഞ്ഞില്ലേ ഒരു ജോലി കിട്ടിയിട്ട് മതി ഭാര്യയും കുഞ്ഞും എല്ലാന്ന്. ഇപ്പോൾ എനിക്ക് ജോലിയായി, ഇനി ഭാര്യയും കുഞ്ഞും കൂടി വേണം. അവൻ പറയുകയും അവൾ അവനെ തള്ളി മാറ്റി. ജോലിയോ? എന്ത് ജോലി? നീ വാ, പറയാം. അച്ഛാ, ഉറക്കെ വിളിച്ചുകൊണ്ടവൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോയി. അച്ഛാ, ഇൻ്റർവ്യൂ പാസ്സായി. അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു. 30,000 രൂപ കിട്ടുമെന്നും അവൻ പറഞ്ഞു. നന്നായി മോനെ, ഒരു ജോലിയായല്ലോ. നിന്റെ കാര്യങ്ങൾ നടത്താനുള്ള കാശ് നിനക്ക് കിട്ടും, സുമിത്ര പറഞ്ഞു. തൻ്റെ അച്ഛനും സഹോദരിമാർക്കും എല്ലാവർക്കും സന്തോഷമായി. കാരണം വൈശാഖിന് ഒരു ജോലി കിട്ടിയില്ലോ എന്നറിഞ്ഞപ്പോൾ. പക്ഷേ ലക്ഷ്മിയുടെ മുഖം മാത്രം പ്രകാശിച്ചില്ല. ഇതാണോ ഇത്ര വലിയ ജോലി? അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. തൻ്റെ അച്ഛനിതറിയുമ്പോൾ ആകെ നാണക്കേടാവുമല്ലോ എന്ന് അവൾ ഓർത്തു.
വൈശാഖൻ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിച്ചു. എടാ, അവരെപ്പോഴാണ് വിളിച്ചു പറഞ്ഞേ? അതേന്ന്. ഓക്കെ. എല്ലാവർക്കും സന്തോഷമായി. ശരിടാ, വിളിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ഉണ്ണിമോളുടെ കയ്യിൽ കൊടുത്തു. അമ്മേ, ഒരു സ്ട്രോങ് ടീ എടുക്ക്. അവൻ സുമിത്രയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈ ചെക്കൻ്റെ ഒരു കാര്യം, അവനൊരു കുഞ്ഞുണ്ടാകാനുള്ള പ്രായമായി, എന്നിട്ടും കുഞ്ഞുങ്ങളി മാറിയിട്ടില്ല. എടുത്തിയുടെ ഫോൺ റിങ് ചെയ്തു. വീണ പറഞ്ഞപ്പോൾ അവൾ വേഗം റൂമിലേക്ക് പോയി. ഹലോ. ആ അച്ഛാ, ഞാൻ അപ്പുറത്തായിരുന്നു. എന്തുണ്ട് മോളെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖം. അമ്മയോടെ? അമ്മ എൻ്റെ അടുത്തുണ്ട്. വൈശാഖ് എന്നെ എടുക്കുന്നു. ഏട്ടൻ അപ്പുറത്തുണ്ട്, അച്ഛനോട് സംസാരിക്കുക. മോളെ, നീ അച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുക്ക്. എന്തിനാ അച്ഛാ? മോളെ, അടുക്കളകാല ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇപ്പോൾ ഫോൺ കൊടുത്താൽ ജോലി കിട്ടിയ ഒരു അച്ഛനറിയും. എന്ത് ചെയ്യുമെന്ന് അവൾ ഓർത്തു. ആരാ ലക്ഷ്മി, അച്ഛനാണോ? റൂമിലേക്ക് കയറി വന്ന വൈശാഖൻ ചോദിച്ചു. മോളെ, നീ ആദ്യം അച്ഛൻ്റെ കൈ കൊടുക്ക്, എന്നിട്ടാവാം വൈശാഖനോട് സംസാരിക്കുന്നത്. ഒടുവിൽ അവൾ ശേഖരൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഹലോ. ആ അശോക, സുഖമാണോ? ഞങ്ങൾ സുഖമായിരിക്കുന്നേ ഏട്ടാ. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാട്ടോ. അശോകൻ മുഖവുരയില്ലാണ്ട് കാര്യത്തിലേക്ക് കടന്നു. ഈ അടുക്കളകാളൻ എന്നൊരു ചടങ്ങില്ലേ, അതുകൂടി അങ്ങ് നടത്തിക്കളയാന്ന് കരുതുന്നു. ഈ വരുന്ന ഞായറാഴ്ച. ഞങ്ങൾ ഇവിടെ നിന്ന് വന്നാൽ അസൗകര്യമുണ്ടോ? എന്ത് അസൗകര്യം? ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എത്ര ആളുകൾ വരുമെന്ന് പറയണം. എല്ലാം കാലമാക്കണ്ടേ? അതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഞായറാഴ്ച കാണാമല്ലേ? തീർച്ചയായും നിങ്ങളെല്ലാവരും കൂടി വരണം. വൈശാഖിനിവിടെ അടുത്തുണ്ടോ? അവൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നിട്ട് കുറച്ച് സമയമായതേ ഉള്ളൂ. ഒരു ചെറിയ ജോലിയാണെങ്കിലും ഇപ്പോഴവനത് വലുതാ. ഓ, എവിടെയാണ് ജോലി? എന്നിട്ട് മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴാണ് അറിഞ്ഞത്, അതുകൊണ്ടാ. ടൗണിൽ പ്രീതി ടെക്സിൽ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലി, ശേഖരൻ പറഞ്ഞു. അശോകൻ ഒന്ന് ഞെട്ടി. ഒന്ന് രണ്ട് വാക്കുകൾ കൂടി സംസാരിച്ചിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. ലക്ഷ്മിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ശേഖരൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. സുമിത്ര അടുക്കളയിലാണ്. ഉണ്ണിമോൾ മുറ്റം ഓടിക്കുന്നു. വീണ കുളിക്കാനും കയറി. ലക്ഷ്മി റൂമിലെത്തിയപ്പോൾ വൈശാഖൻ അവൻ്റെ ഫോണിൽ പ്രീതി ഷോപ്പിൻ്റെ ഫോട്ടോ കാണുവാണ്. അവൾ ജനാലയുടെ വാതിൽ തുറന്നു. മഴ പെയ്ത് തോർന്നതുകൊണ്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന ഇലഞ്ഞിമരത്തിൽ നിറയെ ഓലഞ്ഞാലി കിളികൾ വന്ന് കലുവിൽ ബഹളം കൂട്ടുന്നു. അകലെ പാടത്തു നിന്നും ഒരുപറ്റം കൊക്കുകൾ ഉയർന്നു പൊങ്ങി പറന്നു പോകുന്നുണ്ട്. പിൻകഴുത്തിലൊരു ചുംബനമേറ്റതും ലക്ഷ്മി അടിമുടി പൊളിഞ്ഞു പോയി. പെട്ടെന്ന് അവൾ തിരിഞ്ഞതും വൈശാഖിൻ്റെ ശ്വാസോച്ഛ്വാസം അവളുടെ മുഖത്തടിച്ചു. എന്താ ഇത്? വിട്ടു വൈശാഖേട്ടാ. അവൾ കുതറി മാറി. നിനക്കെന്താ, പേടിയാണോ? അവൻ ചോദിച്ചു. എന്തിന് ഞാൻ പേടിക്കണം? അവളുടെ നെറ്റി ചുളിഞ്ഞു. അല്ല, നീ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ജോലി കിട്ടാതെ നിന്നെ തൊടരുത്, ഉമ്മ വയ്ക്കരുത് എന്നൊക്കെ? അതുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. അത് ഞാൻ പറഞ്ഞതേ എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ്. ഉമ്മ കെടുത്തെന്ന് കരുതി കംപ്ലീറ്റ് ആകാൻ പറ്റാത്ത ഏത് കോഴ്സാണുള്ളത്? അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നാമജല സമയമായി, പോയിട്ട് വരാം. അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈശാഖൻ കണ്ണാടിക്ക് മുമ്പിൽ വന്നു. എടാ വൈശാഖ, ഭാര്യയ്ക്കൊരു ഉമ്മ കൊടുത്തപ്പോൾ എന്താടാ ഇത്ര ഇളക്കം? ഏട്ടാ, ദേ അച്ഛൻ വിളിക്കുന്നു. ഉണ്ണിമോൾ വിളിച്ചു കൂവി. അവനോട് അടുക്കള കാണൽ ചടങ്ങിനെക്കുറിച്ച് പറയുകയാണ് ശേഖരൻ. കോഴിയും പോത്തും മേടിക്കണം, പിന്നെ കുറച്ച് പച്ചക്കറി വേണം. മോരിവിടെയുണ്ട്. കുറച്ച് ബേക്കറി മേടിക്കണം, വരുമ്പോൾ ചായ കൊടുക്കാൻ. സുമിത്രയുടെ ലിസ്റ്റ് നീളുകയാണ്. ഇനി 2-3 ദിവസം കൂടിയല്ലേ. നീ ഒന്ന് സമാധാനപ്പെട് സുമിത്രേ. അല്ല ശേഖരേട്ടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രീതി ടെക്സിലാണ് ജോലിയെന്നറിഞ്ഞതും അശോകനും ശ്യാമളയും ആകെ വിഷമത്തിലായി. വൈശാഖൻ നമ്മുടെ മരുമകനാണെന്നറിഞ്ഞാൽ നാണക്കേടല്ലേ ഏട്ടാ? പിന്നല്ലേ, നമ്മുടെ കാശുകൊണ്ടാണ് അയാൾ ആ കട കെട്ടിപ്പൊക്കിയത്. എന്നിട്ട് അവൻ ഇൻ്റർവ്യൂവിന് പോകുന്നത് അവിടെയാണെന്ന് മോൾ അറിഞ്ഞില്ലേ ആവോ? അവൾ എന്തിനാണ് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ശ്യാമളയ്ക്കൊന്നും മനസ്സിലായില്ല. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ. വേണ്ട, നീ ഇപ്പോൾ വിളിക്കണ്ട, അത് ശരിയാകില്ല. അശോകൻ ഭാര്യയെ തടഞ്ഞു. ജോലി കിട്ടിയെന്നറിഞ്ഞിട്ടും ലക്ഷ്മിയുടെ മുഖത്ത് മാത്രം ഒരു സന്തോഷവുമില്ലായിരുന്നു. വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അത്താഴം കഴിക്കുകയാണ്.
പയറുപ്പേരിയും ഉള്ളി തീയലും അയലക്കറിയും പപ്പടവുമാണ് വിഭവങ്ങൾ. എല്ലാവരും ഓരോരോ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിക്കുന്നു. ഏടത്തെ ഈ ലോകത്തൊന്നും അല്ലേ? വീണ ചോദിച്ചു. ലക്ഷ്മി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പ്ലേറ്റുകളൊക്കെ കഴിവെക്കാൻ കൂടിയിട്ട് അവൾ വേഗം റൂമിലേക്ക് പോയി. വൈശാഖൻ വാർത്ത കണ്ടിരിക്കുവാണ്. മോനെ, കാലത്തെ പോകേണ്ടതല്ലേ, നീ പോയി കിടക്കാൻ നോക്ക്. അമ്മ പറഞ്ഞപ്പോഴാണ് അവൻ റൂമിലേക്ക് പോയത്. ലക്ഷ്മി, നീ ഉറങ്ങിയോ? അവൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി കിടക്കയിൽ നിന്ന് എണീറ്റിരുന്നു. എന്താ, തലവേദനയുണ്ടോ? ആകെ ഒരു വല്ലായ്മ കാണുന്നല്ലോ. ഇല്ല, ഐ എം ഓക്കെ. അവൻ വന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. അവളെ പിടിച്ച് തന്നിലേക്ക് അവൻ ചേർത്തു. ആദ്യമായിട്ടാണ് അവൻ്റെ നെഞ്ചിലവൾ അനങ്ങാതെ കിടക്കുന്നത്. അവൻ അവളുടെ മുടിയിഴകളിൽ വെറുതെ വിരലൊടിച്ചു. അവളുടെ മൂർത്താവിലൊന്ന് ചുംബിച്ചു. അനുസരണയോട് കിടക്കുവാണ് ലക്ഷ്മി. വൈശാഖേട്ടാ, ഈ പ്രീതി ടെക്സിൻ്റെ ഓണർ രംഗനാഥ് ഷെട്ടിയില്ലേ, അയാളെ അറിയാമോ? ഞാനിപ്പോൾ നെറ്റിൽ കണ്ടു. എന്താ മോളെ? ഒന്നുമില്ല. അയാൾക്ക് ഈ ബിസിനസ് ഇത്രയാക്കാൻ സഹായിച്ചതും എപ്പോൾ ആവശ്യം വന്നാലും സഹായിക്കുന്നതും ആരാണെന്നറിയാമോ? അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ ലക്ഷ്മി. ആരാണ് എന്താണെന്നൊക്കെ നമുക്കറിയേണ്ട കാര്യം എന്താ? നമ്മൾ ജോലി ചെയ്ത് ശമ്പളം മേടിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഏട്ടൻ ഇത് അറിയണമെന്ന് എനിക്ക് തോന്നി. ശരി ശരി, നീ പറ. എൻ്റെ അച്ഛനാണ് അയാളെ സഹായിക്കുന്നത്. വൈശാഖൻ ചെറുതായൊന്ന് ഞെട്ടി. ഏട്ടൻ ഈ ജോലിക്ക് പോകുന്നു എന്നറിഞ്ഞാൽ എൻ്റെ അച്ഛനത് കുറച്ചിലാകും. അതുകൊണ്ട് ഏട്ടൻ ഈ ജോലിക്ക് തൽക്കാലം പോകണ്ട. വൈശാഖൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. പിന്നീട് രണ്ടാളും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. വൈശാഖൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കുറേ അവൻ ആലോചിച്ചു. എന്നിട്ട് അവസാനം ഒരു തീരുമാനം എടുത്തു. മോനെ വൈശാഖ, ഐശ്വര്യമായിട്ട് പോയിട്ട് വരൂ. സുമിത്ര വാത്സല്യത്തോടെ മകൻ്റെ നെറുകെ കൈവച്ചു. ശേഖരനും മക്കളും സന്തോഷത്തോടെ നോക്കി നിന്നു. ലക്ഷ്മി മാത്രം ഒരറ്റത്ത് നിന്ന് ഇതെല്ലാം വീക്ഷിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് വൈശാഖൻ ബൈക്ക് ഓടിച്ചു പോയി. മോളെ ലക്ഷ്മി, ഇന്നലെ മുതൽ ഞാൻ ചിന്തിക്കുക, മോൾക്ക് എന്താ ഒരു വിഷമം? സത്യം പറയേ. കാലത്തെ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ സുമിത്ര അവളോട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് തോന്നുന്നതാ. എന്നാലും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ലക്ഷ്മി അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് ഈ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. മോള് വിഷമിക്കണ്ട, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സുമിത്ര അവൾക്ക് ആശ്വാസം പകർന്നു. അമ്മേ, ഏട്ടൻ ജോലിക്ക് പോകുന്നതിന് എന്താ? അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വീണ അമ്മയോട് ചോദിക്കുന്നത് മുറിയിലേക്ക് കയറി പോകുന്നതിനിടയിൽ ലക്ഷ്മി കേട്ടു. ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നു. അവരുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അതവർക്ക് നാണക്കേട് ചേച്ചി. ഉണ്ണിമോളാണെന്ന് പറഞ്ഞത്. പിന്നെ നാണക്കേട്. അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനൊരു ആശ്വാസമല്ലേടി ഏട്ടന് കിട്ടിയ ജോലി? നിങ്ങൾ ആരും തർക്കിക്കണ്ട. അച്ഛനോടും വൈശാഖനോടും ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. വീണ തരക്കേടില്ലല്ലോ എന്നാണ് ലക്ഷ്മി അപ്പോൾ ചിന്തിച്ചത്. തുടരും.